വയനാട് ഉരുൾപൊട്ടലിൽ മരണസംഖ്യ 387ആയി. ഇന്ന് നടത്തിയ തെരച്ചിലിൽ ചൂരൽമല ന്യൂ വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്ന് 2 മൃതദേഹങ്ങൾ കണ്ടെത്തി. മുണ്ടക്കയിൽ നിന്ന് ഒരു മൃതദേഹവും ലഭിച്ചു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചൂരൽമലയിൽ നിന്ന് ചേരുന്നു. സുർജിത്ത്, എപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്? ഏത് രൂപത്തിലായിരുന്നു അത്? തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ? നിലവിൽ ഇപ്പോൾ 2 മൃതദേഹമാണ് ഈ ചൂരൽമല ന്യൂ വില്ലേജ് പരിസരത്ത് നിന്ന് മാത്രം കണ്ടെടുത്തിട്ടുള്ളത്. 2 മൃതദേഹങ്ങളിൽ ഒന്ന് പുരുഷന്റേതാണ്. മറ്റൊരു മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത വിധം അഴുകിയ നിലയിലാണ്. അത് മാറ്റാനുള്ള, എടുത്തു കൊണ്ടുപോകാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ മുണ്ടക്കയിൽ നിന്നും ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. അപ്പോൾ ഇന്ന് രാവിലെ ഈ മേഖലയിൽ നിന്ന് മാത്രം, ചൂരൽമല മേഖലയിൽ നിന്ന് 2ഉം മുണ്ടക്കയിൽ നിന്ന് 1ഉം മൃതദേഹം ലഭിച്ചു. ശരീരങ്ങളെല്ലാം തന്നെ അഴുകിയ നിലയിലാണ്. ആരുടേതെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയുണ്ട്. ലഭിക്കുന്ന മൃതദേഹങ്ങൾ CHC മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഫയർഫോഴ്സും NDRFും നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഫയർഫോഴ്സ് സംഘമാണ് ഇങ്ങനെ ഒരു മൃതദേഹം ഈ തടികൾക്കിടയിൽ കിടക്കുന്നതായി കണ്ടെത്തിയത്. ഇതിനുശേഷം NDRFും ഫയർഫോഴ്സും ചേർന്നാണ് അവിടെ നിന്ന് മൃതദേഹം ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഒരു മൃതദേഹം മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്, മറ്റൊരു മൃതദേഹം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഏതാണ്ട് ഒരു 100 മീറ്റർ ചുറ്റളവിലുള്ള 2 വീടുകളുടെ സമീപത്തായാണ് ഇത്തരത്തിൽ മൃതദേഹം കാണപ്പെടുന്നത്. അതാണ് ഇപ്പോൾ മാറ്റാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. സുർജിത്ത്, അവിടെ കൂടുതൽ പേർ അപ്പോൾ ഇനിയും കണ്ടെത്തപ്പെടാനുണ്ട് എന്ന സൂചനയാണോ ഇത് നൽകുന്നത്? ഇത് ചൂരൽമലയ്ക്ക് താഴെയുള്ള ഭാഗമാണ്. ഇവിടെ പുഴ ഗതി മാറി ഒഴുകിയ ഒരു പ്രദേശമാണ്. ഈ പ്രദേശത്താണ് ഇത്തരത്തിൽ മൃതദേഹം കാണപ്പെടുന്നത്. അവിടെയാണ് ഇങ്ങനെ വ്യാപകമായി, ഒരുപക്ഷെ മുകളിൽ നിന്നെല്ലാം തന്നെ ഒഴുകിയെത്തിയ മൃതദേഹമാകാം, അല്ലെങ്കിൽ ഈ പ്രദേശവാസികളുടെ മൃതദേഹമാകാം, ഒന്നും പറയാൻ കഴിയുന്നില്ല. ആ വിധത്തിൽ തിരിച്ചറിയാത്ത വിധത്തിലാണ് മൃതദേഹം കാണപ്പെടുന്നത്. മുകളിൽ നിന്ന് ധാരാളം മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയിട്ടുണ്ട്. പലപ്പോഴും ചാലിയാറിലൊക്കെ കാണുന്നു. ചാലിയാറിലേക്കൊക്കെ പോകുന്ന ഒരു കൈവഴിയാണ് ഈ മേഖല, അതായത് ഈ ചൂരൽമല മേഖല. ഈ ചൂരൽമലയുടെ ഒരു ഭാഗത്ത് ഇങ്ങനെ പുഴ അടിച്ച് മുകളിലേക്ക് കയറുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെയാണ് ഇങ്ങനെ മൃതദേഹങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത്. ആംബുലൻസും അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ഒരു മൃതദേഹം കൂടി അത് എടുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സുർജിത്ത്, ഈ ഐബോർഡ് പരിശോധന അടക്കം നടക്കുന്നുണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ നിന്ന് സിഗ്നൽ കിട്ടിയെന്ന് പറയുകയും അവിടെ പരിശോധിക്കുമ്പോൾ ഒന്നും കണ്ടെത്താതെ പോവുകയും ചെയ്തിരുന്നു. ഇതിപ്പോ അങ്ങനെയൊന്നും ശാസ്ത്രീയ പരിശോധന നടക്കാത്തൊരു മേഖലയിൽ നിന്നാണോ ഇത് കണ്ടെത്തിയിരിക്കുന്നത്? ഇത് ഐബോർഡ് പരിശോധന നടത്തിയ ആ പ്രദേശമല്ല. ഇത് തെരച്ചിലാണ് ഇത് കണ്ടെത്തിയത്. തെരച്ചിൽ ഇങ്ങനെ ഇതിനോട് ചേർന്ന് കിടക്കുന്ന നിലയിൽ മൃതദേഹം കാണപ്പെടുകയായിരുന്നു. എന്തായാലും ഐബോർഡ് പരിശോധനയിലല്ല ഇത് കണ്ടെത്തിയത്. ഇത് ഫയർഫോഴ്സ് ആണ്. അവർ ഈ മേഖലയിലെല്ലാം തന്നെ അരിച്ചുപെറുക്കും തെരച്ചിൽ നടത്തുന്നത്. പെട്ടെന്ന് ദുർഗന്ധം അനുഭവപ്പെട്ടു. തുടർന്ന് നടത്തിയ തെരച്ചിലാണ് ഇങ്ങനെ ഒരു മൃതദേഹത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത്. ഈ പ്രദേശവാസികളെല്ലാം അവിടെ ഉണ്ടായിരുന്നു. നാട്ടുകാർക്കൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അഴുകിയ നിലയിലാണ് ഇപ്പോൾ മൃതദേഹം ഉള്ളത്. സുർജിത്ത്, ഇപ്പോഴും ഈ തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? ഇപ്പൊ 12 സംഘമായെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എങ്ങനെയാണ് അതിന്റെ വിശദാംശങ്ങൾ? തെരച്ചിൽ കൂടുതൽ 6 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും അതായത് ചൂരൽമല പരിസര പ്രദേശം, ഒപ്പം തന്നെ മുണ്ടക്കൈ പ്രദേശം. പുഞ്ചിരിമട്ടത്ത് തെരച്ചിൽ ഒന്ന് കുറച്ചിട്ടുണ്ട്. കാരണം പുഞ്ചിരിമട്ടം മേഖലയിൽ അങ്ങനെ കഴിഞ്ഞ ദിവസം നടത്തിയ തെരച്ചിലൊന്നും മൃതദേഹം കാണപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഈ താഴെയുള്ള തടങ്ങളിലേക്ക് മൃതദേഹം കൂടുതൽ മാറ്റുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ മേഖല കേന്ദ്രീകരിച്ചെല്ലാം തന്നെ തെരച്ചിൽ നടത്തുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ താഴേക്കും ചാലിയാറിന്റെ പരിസരത്തും സൂചിപ്പാറ മേഖലയിലും എല്ലാം തന്നെ മൃതദേഹം കണ്ടെത്തുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു സ്ഥിതിയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ച്, അതായത് അവിടേക്ക് എത്തുക എന്നുള്ളത് ഇത്തിരി അപ്രായോഗികമായ ഒരു സംഗതിയാണ്, അപ്രായോഗികമായ കാര്യമാണ്. ആ മേഖലയിലേക്ക് ചെളി പൂർണ്ണമായും അടിഞ്ഞു കിടക്കുന്ന പ്രദേശമാണ്. ഇതിനിടയിലാണ് ഫയർഫോഴ്സ് സംഘം ഈ മേഖല കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തിയത്. ആ തെരച്ചിലാണ് ഇപ്പോൾ മൃതദേഹം കാണപ്പെടുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അത് മൃതദേഹം വീണ്ടെടുക്കാനുള്ള ആ ഒരു ദൗത്യം പുരോഗമിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സുർജിത്ത്, ഈ മുണ്ടക്കൈ ഭാഗത്തും ഫയർഫോഴ്സ് സംഘം തന്നെയാണോ മൃതദേഹം കണ്ടെത്തിയത്? ഏത് സ്വഭാവത്തിലുള്ള മൃതദേഹം? അത്തരം വിവരങ്ങൾ കിട്ടിയോ? അത് അഴുകിയ നിലയിലാണ് ഈ ലഭിക്കുന്ന മൃതദേഹങ്ങളെല്ലാം തന്നെ. ഒരാഴ്ച പിന്നിട്ട സാഹചര്യത്തിൽ അത് ആരുടേതെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ഒരു വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കൂടുതൽ തിരച്ചിൽ ഈ മേഖലയിൽ സജീവമായ രീതിയിൽ തന്നെ കൂടുതൽ തെരച്ചിൽ നടത്തുന്ന നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു നടപടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ശ്രീജിത്ത് സുകുമാരനും മനു ദാമോദരനും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർ തുടർ വിശദാംശങ്ങൾ ലഭ്യമാക്കുന്നതാണ്. ചൂരൽമലയിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. ചൂരൽമലയിൽ നിന്ന് 2 മൃതദേഹങ്ങളും മുണ്ടക്കയിൽ നിന്ന് ഒരു മൃതദേഹവുമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ചൂരൽമലയിൽ നിന്ന് കണ്ടെത്തിയ 2 മൃതദേഹങ്ങളിൽ ഒന്ന് പുരുഷനാണ്, രണ്ടാമത്തേത് തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലാണ്. മുണ്ടക്കയിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹത്തിന്റെ സ്വഭാവവും അങ്ങനെ തന്നെയാണ്. ഫയർഫോഴ്സ് സംഘമാണ് ഈ 2 സ്ഥലങ്ങളിലും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. പിന്നീട് NDRF സംഘവുമായി ചേർന്ന് അത് ഒന്ന് വീണ്ടെടുത്തു. ബാക്കി പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്.